നശിപ്പിച്ചു. എല്ലായിടത്തും കറണ്ട് കേട്ടോ ഒന്ന്, ഇവിടെ മാത്രം 2. തിരിച്ചിങ്ങരിച്ച് വാ. നീ ഇവിടെ കിടന്ന് കൊതുകടി കൊള്ളാതെ അകത്തോട് കിടക്ക്. അകത്തെ കൊതുകിനേക്കാളും ഭേദം പുറത്തെ കൊതുക. ഈ തണുപ്പത്ത് കിടന്ന വല്ല പനിയും പിടിക്കും. ഇത്രയും നാളായിട്ടും ആ ഒരു പനിയും പിടിച്ചില്ലല്ലോ. വല്ല ഡെങ്കിപ്പനി പിടിക്കും. ഉറങ്ങട്ടെ. വയസ്സ് കാലത്ത് അടങ്ങി ഒതുങ്ങി കിടക്കാനുള്ള ഇനിയും വയസ്സ് കാലത്തല്ലേ. ഓ വന്നല്ലോ, ഇതിനൊക്കെ ഒന്ന് വന്നു കിട്ടാനുള്ള പാട്. ഒന്ന് വേഗം ആവട്ടെ, നാറ്റം കൊണ്ട് അകത്തിരിക്കാൻ മേലാതായി. ഇതിന് കുറെ പണിയുണ്ട് മുതലാളി. സെൻട്രൽ പൈപ്പ് മുഴുവൻ അടഞ്ഞു കിടക്കുക. എന്നാ അങ്ങോട്ട് തുറന്നു വിട്, വേണമെങ്കിൽ 5 or 10 വന്നേക്കാം. ഇത് 5ലും 10ലും ഒതുങ്ങുന്ന കേസൊന്നും അല്ല. അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 200 രൂപയുടെ പണിയുണ്ട്. മുതലാളി ആയതുകൊണ്ട് ഒരു 150 തന്നാ മതി. 150 രൂപയോ? ഇത് കെട്ടാൻ പോലും എനിക്ക് 150 രൂപയായില്ല. കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയാതാ. തൊഴുത്തിലെ ചാണകമാണ് വാരണമെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് 12 രൂപ വെച്ച് കിട്ടും. ഇത് അതോ മറ്റോ ആണോ? ഏതായാലും കൈനഷ്ടം എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഞാനൊരു 15 രൂപ തരാം. നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. തന്നെത്താൻ അങ്ങ് വാരിയാ മതി. ഇയാളുടെ ഒരു 15 കൂവ. ഇതിനകത്ത് ചാണകം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും പുണ്ണാക്കും നിന്നാ മതി. പിണ്ണാക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കൊടു. നിന്റെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. 150 150 കൊടുത്തു തൊളിച്ചുകൂടായിരുന്നോ? നാറ്റം കാരണം അയൽവക്കത്തുകാർ കൂടെ കിടക്കണ്ട. എന്നാ നിന്റെ അയൽവക്കത്തുകാരോട് കൊടുക്കാൻ പറയടി. നീ പോയി കമ്പെടുത്തോളൂ. വന്നേ കമ്പെടുത്തതിനകത്ത് എന്തോ ചെയ്യാൻ പോവോ? പറയുന്നത് കേൾക്ക. ഒരു കമ്പെടുത്തോളൂ വാ. ഒരു നാറ്റമില്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണമായിട്ട് നീ എവിടെയാ തേടി കിടക്കുന്നേ? ഇന്നലെ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? അല്ല അത് പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് ശരിയാക്കാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാ. നീയാടാ അച്ഛന്റെ മോൻ. 10 കാശുണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ. മോൻ പോയി കുളിച്ച് പലരും കഴിച്ചൊന്ന് വിശ്രമിക്ക്. ചെല്ലേ. വരാൻ പറഞ്ഞ ഉടനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. ഇവിടെ നിന്ന് നിപ്പില് അങ്ങോട്ട് പോയി. അയ്യോ എന്റെ മഹാദേവന്റെ അച്ഛൻ പോയി. അയ്യോ മഹാദേവ, വാമദേവ, ചന്ദ്രനെ, അയ്യോ എല്ലാരും ഒന്ന് ഓടി വരണേ. ഇതാരും ഇവിടെ തുറന്നു വെച്ചത്? ഇവിടെ ഒരുത്തിനും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. മൂക്കറ്റ നിന്റെ കോട്ടപ്പുറം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഉത്തരവാദിത്വ ബോധം. അയ്യോ എടാ മഹാഭാവി, നിന്റെ അച്ഛൻ അതിനകത്തുണ്ടോ? അയ്യോ എനിക്ക് വയ്യ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടിയെ ദൈവം ചതിച്ചു. ആ തോട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കാലാണ് കൊടുക്കാതെ രാവിലെ പറഞ്ഞേച്ചില്ലേ? 150 രൂപ ലാഭം പിടിച്ചതാ. ഇപ്പൊ മരുന്നും മന്ത്രം എല്ലാം കൂടെ രൂപ 500 ആയി. 500 രൂപയോ? എന്റെ അമ്മേ, വല്ല സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ 10-15 രൂപയ്ക്ക് തീർന്നേന്. 500 രൂപ തിന്നാതെയും കുടിക്കാതെയും കളഞ്ഞല്ലോടി മുരേവി. കുഴി കിടന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തത് കൊണ്ട് ആ രൂപ 500 ആയത്. സർക്കാർ ആശുപത്രി പോയിരുന്നെങ്കിലേ കുഴി തന്നെ അങ്ങ് പോയി കിടക്കായിരുന്നു. ഉടനെ എത്തിച്ചോണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, കാശിന്റെ വിലയൊക്കെ നിനക്കറിയാവോ? ആശുപത്രി ചെന്നപ്പോ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ചെന്താ ഇങ്ങോട്ട് പോന്നെ? 2 ദിവസം കിടന്നിട്ട് വന്നാ പോരായിരുന്നോ? കിടക്കും. ഇനി ഇപ്പൊ സ്വർഗലോകത്തും കൊണ്ട് കിടത്തിയാലും മക്കളുടെ ശമ്പള ദിവസം നിന്റെ അച്ഛൻ വീട്ടിലെത്താണ്ടിരിക്കുവോ? കേക്കണോ കഥ? ഇതങ്ങോട്ട് കുടിച്ചേ. എന്തത്ര മടി, അങ്ങോട്ട് കുടിച്ചൂടെ? ഓ, ഇതിലും ഭേദം മറ്റേതാ. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ഇത്തവണ കനം കൂടുതലുണ്ടല്ലോടി. കാണും ഇനിയുണ്ടാ നോക്കാം. അയ്യോ ഇത് മുഴുവൻ ചില്ലറയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ. കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു. ശമ്പളം
അച്ഛാ എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിയിട്ട് ചവിട്ടി തേക്കുന്നത്. നാളെ അച്ഛന് നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു. നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങി പോടാ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. അച്ഛാ എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. അയ്യോ. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നാ, നിന്റെ ചമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. വെക്കണാടെ. നിന്റെ ശരീരം കേടാകാൻ നോക്കിയാ മതി. പോടാ. എവിടെയായിരുന്നു അച്ചമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധം കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. വിലക്കൊഴിച്ചിട്ട് ചന്തയിലോട്ട് കേറാൻ പറ്റുമോ? ഉള്ള വില വാങ്ങില്ലേ അവന്മാര്? വിലയതാ ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയടിച്ചങ്ങ് തള്ളരുത്. മിച്ചമുള്ളത് തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഓ, ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശിച്ചരുതല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. എന്താണ് മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. ഓ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 500 പേര്. എന്താ ചതിച്ചോ? കരണത്തിട്ട് കൊടുക്കാ വേണ്ടത്. കഴിവറ മാളെ കൊന്നുകളയും ഞാൻ. ഇവറ്റകളുടെ ഒക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാൻ തലയിട്ടാൽ ചവിട്ടതിന്റെ എല്ലാം എടുക്കും ഞാൻ. പോകത്ത് പോകാൻ. ഇപ്പൊ പോന്ന് പറയും. രാത്രിയാകുമ്പോ കൊതു കടിക്കുന്നു. വാ വന്ന് പറയണേ. ദേ, ഇങ്ങോട്ട് തരിച്ചാൽ ഓടുന്നു. ഞാനുണ്ട്. വേണ്ട. ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് ആരുടെ സഹായവും വേണ്ട. എനിക്കും കണക്ക് കൂട്ടാനൊക്കെ അറിയാം. അതാണല്ലോ എനിക്കുള്ളൊരു പേടി. നിനക്ക് കൂട്ടാനും അറിയാം, കുറയ്ക്കാനും അറിയാം. കൂട്ടി കുറയ്ക്കുന്നതിനിടയിൽ തട്ടാനും അറിയാം. തരാ ഞാൻ. അന്തരീക്ഷത്തിലൂടെ പാഞ്ഞ് രുക്മിണി ദേവിയുടെ അടുത്ത് വന്നു. എപ്പോൾ രുക്മിണി അമ്മാ. ദേവി പറഞ്ഞു. അമ്മാ. ഇപ്പൊ ഒന്നുമില്ല, പോയിട്ട് ശനിയാഴ്ച വാ. അതല്ല അമ്മ, കൊതുകടി. ഇത് കൊതുകിന് കൊല്ലാനുള്ള മരുന്നാ. ഇത് തളിച്ചാലുണ്ടല്ലോ ഒരൊറ്റ കൊതു ഉണ്ടാകില്ല. നേരോ? ആ. എന്നാ വാ. ആ കുളിമുറിയുടെ പുറകിലെ മുഴുവനും കൊതുക. ദേ, എടോ, എടോ. ഇവിടെ തന്നെ. തന്നോട് ആരാ ഇങ്ങോട്ട് എഴുതലാൻ പറഞ്ഞേ? ഇവിടെ ഒരു മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മാത്രമല്ല ഇവിടെ അങ്ങനെ ഇട്ട് കൊതുവില്ല. ഐ, ഇച്ചിരി അടിക്കട്ടെ. അയ്യോ സാർ, ഇത് പഞ്ചായത്തിന്റെ തീരുമാനമാ. കൊതുക് നിവാരണ വാരം. എന്ത് മാരണ മാറാണ് ഇവിടെ നടക്കില്ല. ദേ, അയ്യോ വേണ്ട, ഇത് പറയുന്നത് ഇത് എന്ത് കേൾക്ക്. കൂത്ത്? ഇങ്ങനെ. ഇവിടെയാണ് കൊതു വളർത്തൽ കേന്ദ്രം. ശ്ശോ, മനസമാധാനമായിട്ട് ഇന്നെങ്കിലും പുറത്ത് കിടന്നൊന്ന് ഉറങ്ങാവല്ലോ എന്ന് വിചാരിച്ചതാ. എനിക്കതറിയാലോ മാറി. അതുകൊണ്ടല്ലേ ഞാൻ മരുന്ന് തളിപ്പിക്കാത്തത്. പുതുകൂത്ത്. കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരുന്നേ. അലമ്പാക്കരുത്. നമ്മൾ പാട്ട് കച്ചേരിക്കല്ല വന്നിരിക്കുന്നത്. എന്നാ പോയി പിടിച്ചോണ്ട് പോകാവനെ. കുത്തി കൊള്ളെടുത്ത് ഇറങ്ങിച്ചാൽ. അതിനിടയ്ക്ക് ഇതവിടെ ഒപ്പിച്ച് നീ കത്തി വാങ്ങാൻ പോയപ്പോ കുപ്പി വാങ്ങാൻ പോയോ? വല കുത്തും ഞാൻ. കുത്തും കുത്തും തിരിച്ച് കെട്ടിയെടുക്കുമ്പോ എത്ര വേണമെങ്കിലും വാങ്ങിത്തരാം. വാങ്ങിത്തരാ? കാണുവരെ ഒന്ന് നിക്കണേ. ഈ ഭരതം പിള്ളയുടെ വീട് എവിടെയാ? ഏത് ഭരതം പിള്ള? കോട്ടപ്പുറത്തെ ഭരതം പിള്ള. ആ, നമ്മുടെ ഭരതം പിള്ള. നമ്മുടെ ഭരതം പിള്ള. ഒച്ച പറയടാ. എവിടാ അവൻ? കുത്തി കൊടൽമാല പുറത്തെടുക്കും ഞാൻ. വല എന്നെ തടയരുത്, എന്നെ തടയരുത്. കറവക്കാരൻ ഗോപാലിനെ ഇവന് ശരിക്കും അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. എന്താ ഇത്? വേണ്ട മാമ വേണ്ട. സാറിനോട് പേടിക്കണ്ട. ഞങ്ങൾ കോട്ടപ്പുറത്തെ ഭരതം പിള്ളയുടെ വീട് അന്വേഷിച്ചു വന്നതാ. ആ വഴിയൊന്ന് പറഞ്ഞു തന്നാ മതി. അതാ ആ വരുന്നത് ഭരതംപിള്ളയുടെ മരുമകളാ. അവിടെ ചോദിച്ചാ മതി. ആ വലിയ ഉപകാരം. ഓ പോയോ? ഓ മാമ അവിടെ നിന്നെയും തട്ടും, നിന്റെ അമ്മായിയമ്മയും തട്ടും. മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്കുവാ മാമ. വല കുഞ്ഞെ, ഞങ്ങൾക്ക് ആ ഭരതം പിള്ളയെ ഒന്ന് കാണണം. ഇത്രയും കണ്ണിച്ചോരയില്ലാതെ ഞങ്ങളെ മായക്കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി ആ കിളവനെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾ ആരാ? മായ നിങ്ങൾ അറിയോ? അവളിപ്പോ എവിടെയുണ്ട്? ഞാൻ വാലൻ, ഇത് കോവാലൻ, എന്റെ മാമനാ. ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. മുതലാളി മരിച്ചപ്പോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ പാവത്തിന്റെ കണ്ണീരണ്ട് സഹിച്ചു വയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാ. ഉടനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വെച്ചോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അച്ഛനും മോനും. ഇതേവരെ ഒന്ന് തിരിഞ്ഞു നോക്കില്ല, നിങ്ങൾക്കറിയോ? ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് നൊന്ന് ചാകാനൊരുങ്ങിയപ്പോ എന്റെ മാമന്റെ കണ്ടിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ മായക്കുട്ടിയും കുഞ്ഞും കോലമ്മാവന്റെ വീട്ടിലാ. സത്യത്തിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള വഴി ഉണ്ടാക്കാം. മായയോട് വിഷമിക്കരുതെന്ന് പറയണം. വരട്ടെ. നമ്മളയച്ച കത്ത് കിട്ടിക്കാണില്ല എന്തോ? ആരും കാണുന്നില്ലല്ലോ മാമ. മാമനല്ല മുതലാളി. മൈമോളെ ഇറങ്ങൂ.
അയ്യോ ഇതാരാ? ഞങ്ങള് സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മിസ്റ്റർ ഭരതൻ പിള്ളை അല്ലേ? അതെ. അറിയോ ഓ അങ്ങനെയൊന്നും ഇല്ല. അമ്മയുടെ അതേ ഛായ. അതെ വരൂ, അകത്തേക്ക് ഇരിക്കാലോ. യു ആർ 354. അല്ല 4 ആമക്കളാ. പിള്ളை വലിക്കൂ. വലിക്കാറില്ല. സാറ് ഇല്ലാട്ടെ ഇരുന്നാട്ടെ. അതെ. ആ മോളിലേക്ക് ഇനി അടിക്കും. വാസ്തവം പറഞ്ഞാൽ ഭാസ്കരമേനോൻ ഇങ്ങനൊരു അനിയനുണ്ടെന്നുള്ള വിവരമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാ മരണമറിഞ്ഞ് വന്നപ്പോ ആ വിവരം ഇവരോട്ട് പറഞ്ഞൂല്ല. കുടുംബത്തിൽ നിന്ന് പിണങ്ങി 3-ാമത്തെ വയസ്സിൽ നാട് വിട്ടവനാ ഞാൻ. അന്ന് ഭാസ്കരേട്ടന് വയസ്സ് 8. ഏ 8. അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ അറിയാതാ?